ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ അവിടെ മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെയും നല്ല മഴയൊക്കെ തന്നെ. ഞങ്ങൾക്ക് പീച്ചി ഡാം തുറന്നതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ അടുത്ത പരിസരങ്ങളിലൊക്കെ കുറച്ച് വെള്ളം കയറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതല്ലാത്ത പക്ഷം ഇവിടെ ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നത് എനിക്ക് കുറച്ച് തുണി എടുക്കാനായിട്ട് പോകണം. അപ്പോൾ ഞാൻ തൃശ്ശൂർക്ക് പോകണമെന്നാണ് വിചാരിച്ചത്. കല്യാണിൽ പോകണോ, പുളിമൂട്ടിൽ പോകണോ, സീമാസി പോകണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചു. അപ്പോൾ സീമാസാണ് നമുക്ക് അടുത്ത്. അപ്പൊ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് സീമാസി പോവാം എന്നാണ്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ അവൾക്ക് വീട് ഇത്തിരി ദൂരെയാണ്. അപ്പൊ ഈ മഴയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് അവൾക്ക് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കാണെങ്കിൽ അത്യാവശ്യമാണ്, പോയേ പറ്റൂ എന്നുള്ള ഒരു കാര്യമാണ്. കാരണം നമുക്ക് തുണി എടുത്ത് കൊണ്ടുവന്നാൽ മാത്രം പോരല്ലോ, ഇനി അത് സ്റ്റിച്ച് ചെയ്യണം, സ്റ്റിച്ച് ചെയ്ത് കിട്ടുമോ എന്നുള്ള കാര്യം ഒക്കെ ഇനിയിപ്പോ ഒരു കൺഫ്യൂഷനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. അപ്പൊ മഴ ഇന്ന് ഇത്തിരി കുറവുണ്ട്, അപ്പൊ അതുകൊണ്ട് പോവാണ്. പിന്നെ മോൾക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. അപ്പൊ മോനെ ഇവിടെ കൂട്ടിയിരുത്തിയിട്ടുണ്ട്. ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് ദോശയും സാമ്പാറൊക്കെ ആയിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ചെറുതായിട്ട് ചുമയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ചുക്ക് കാപ്പിയാണ് 2 ദിവസമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ കുടിച്ചു. പിന്നെ ചോറും കറിയൊക്കെ വെച്ച് റെഡിയാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ മോൾക്ക് കറക്റ്റ് 12:30 തന്നെ അവർക്ക് ഓൺലൈൻ ക്ലാസ്സിന്റെ സ്കൂളിലെ പോലെ തന്നെ ബ്രേക്ക് ടൈം ആണ്. അപ്പൊ അവര് ഫുഡൊക്കെ എടുത്ത് കഴിച്ചോളും. ഞാനിനിയിപ്പോ എന്തായാലും നമ്മൾ കടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി എന്തായാലും വരാൻ നേരം വൈകും. അപ്പോൾ ഇന്നത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്കാണ്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളും എന്തൊക്കെ വിശേഷങ്ങളെന്നൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഞാൻ ദേ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് നോക്കിയപ്പോഴേക്കും ദേ മഴ തുടങ്ങിട്ടോ. ഇനി എന്തായാലും പോവാൻ തീരുമാനിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഇറങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ ദേ മക്കൾ രണ്ടുപേരും പോവാനായിട്ടുള്ള യാത്രയപ്പിലാണ്. അപ്പോൾ അവർ പോകുന്ന വഴിയിൽ അവന് വേണ്ട കാര്യങ്ങൾ, അവൻ അത് വേണം ഇത് വേണം എന്നുള്ള അവൻ്റെ ലിസ്റ്റൊക്കെ പറയുന്നുണ്ട്. ഒക്കെ റെഡിയാക്കാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പോൾ അവനും എൻ്റെ കൂടെ കയറിയിട്ടുണ്ട്. നമ്പറൊക്കെ ഞെക്കി തന്ന് ആളിറങ്ങി ബായൊക്കെ പറഞ്ഞു. നല്ല ഉറക്കെ ടാറ്റയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ദേ പുറത്തിറങ്ങി നടക്കുമ്പോൾ ദേ നല്ല മഴ പെയ്യുന്നുണ്ട്. വെള്ളം നമ്മളുടെ ഈ ഒരു റോഡ് അവിടെ നിന്ന് ഇങ്ങടേക്ക് ഇറക്കാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വെള്ളം നന്നായി ഒഴുകി താഴേക്ക് പോവും. അപ്പോൾ ഇനി അവിടെ ചെന്ന് ഈ റോഡ് അറ്റം എത്തുന്ന അവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ റോട്ടിൽ എന്താ പറയുക, ബസ്സൊന്നും പോകുന്നില്ല കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ബസ് കിടക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, അയ്യോ ഇതേ ബസ് കിടക്കുന്നുണ്ടല്ലോ, എന്നെ കാത്ത് കിടക്കുന്ന പോലെയാണ് ബസ് കിടക്കുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ ആ ബസ് പോകുന്നില്ല. ഈ റൂട്ടിൽ ഓടുന്ന ബസ്സാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ബസ്സൊന്നും ഓടുന്നില്ല. അപ്പോൾ അവരവിടെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ ബസ് സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇതുപോലെ മഴയും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ പുറത്തു പോകുന്നത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റും എന്തുകൊണ്ടാണെന്ന്. അതുകൊണ്ട് എനിക്ക് അത്രയും ഒരു അത്യാവശ്യമായതുകൊണ്ടാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ബസ്സിൽ കയറിയിരുന്നപ്പോൾ ബസ്സിൽ തിരക്കൊന്നുമില്ല. ബസ്സിൽ കയറി ഇരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഈശ്വര ഞാൻ മാസ്ക് വെച്ചിട്ടില്ലല്ലോ എന്നുള്ളത്. പിന്നെ അങ്ങോട്ട് ഒരു ധൈര്യത്തിൽ അങ്ങനെ അങ്ങോട്ട് ഇരുന്നു. അപ്പോൾ ബസ്സിൽ ഞാനിങ്ങനെ പോകുമ്പോൾ ആലോചിക്കുകയായിരുന്നു, മക്കൾക്ക് സ്കൂളൊന്നുമില്ല, നല്ല മഴയാണ്, നമ്മൾ മഴ പൊതുവേ ആസ്വദിക്കുന്നവരാണല്ലേ, അപ്പോൾ കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണം എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചതായിരുന്നു. അങ്ങനെ ഇരിക്കാലെയാണ് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴത്തെ ന്യൂസ് വയനാടിലുള്ള പ്രശ്നങ്ങളും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓ എത്ര സഹോദരങ്ങളാണ്, നമ്മുടെ പേര് മണ്ണിനടിയിൽ, എത്ര പേര് മരിച്ചു, എത്ര പേരെ കിട്ടിയിട്ടില്ല, എത്രയോ ആളുകൾ വേദനിക്കുന്നു. നമുക്കിവിടെ മഴ ആസ്വദിക്കുന്ന അതേ സമയം അപ്പുറത്ത് മഴ കൊണ്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാ വേണ്ട, ആഘോഷങ്ങളൊന്നും വേണ്ട. ഇത്രയൊക്കെ മതി, ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അറ്റ് ദ സെയിം ടൈം ഞാൻ ചിന്തിക്കുമായിരുന്നു, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ ജീവിതവും കാര്യങ്ങളൊക്കെ, നമ്മളുടെ സ്വപ്നങ്ങളും നമ്മളുടെ ആഗ്രഹങ്ങളും ഒക്കെ തീരാനായിട്ട് ഒരു നിമിഷം മതി. നമ്മളിപ്പോൾ വയനാടിനെ കുറിച്ച് ചിന്തിക്കുന്നു. നമ്മുടെ ഇവിടെയാണെങ്കിലും ഇപ്പോൾ ഒരു ഭൂമികുലുക്കം ഉണ്ടാവാനും ഭൂമി പിളരാനും ഇതൊക്കെ സംഭവിക്കാനും അധികം സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ പിന്നെ ജീവിതം ഉള്ള സമയം നമ്മൾ നന്നായി എൻജോയ് ചെയ്യല്ലേ വേണ്ടേ എന്നും ആ ഒരു സമയത്ത് തന്നെ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകളാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ബസ്സിൽ ഇരുന്നത്. സാധാരണ ബസ്സിൽ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കും. ഇതാണ് ലൂർദ് പള്ളി കേട്ടോ. നമ്മളുടെ തൃശ്ശൂരിലുള്ള മനോഹരമായ പള്ളികളുണ്ട്, പുത്തൻപള്ളിയും ലൂർദ് പള്ളിയും. അതിൽ ലൂർദ് പള്ളിയാണിത്. അപ്പോൾ ലൂർദ് പള്ളി കഴിഞ്ഞാൽ പിറ്റത്തെ സ്റ്റോപ്പിലാണ് നമ്മുടെ സീമാസ് ഉള്ളത്. ഞാൻ എന്തായാലും സീമാസിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാരണം കല്യാണിലും പുളിമുട്ടിലേക്കൊക്കെ പോകണമെങ്കിൽ പിന്നെ നമ്മൾ തൃശ്ശൂരിൻ്റെ ഉള്ളിലോട്ട് തന്നെ പോകണം. ഇവിടെ ആകുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും മഴ കൂടുന്നു, എന്തെങ്കിലും കാരണങ്ങളാണെങ്കിൽ തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ടാണെങ്കിലും വീട്ടിൽ വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് സീമാസിൽ പോയി.
ഇപ്പോൾ സീമാസിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ നിറച്ച് ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സാരിയാണ് കേട്ടത്. അതായത് നമ്മുടെ സെറ്റ് സാരി പോലത്തെ ഒരു സാരി, പക്ഷെ ബോർഡർ ഇല്ല. അതിലിങ്ങനെ ഫ്ലോറൽ പ്രിന്റ് പല കളറിലായിട്ട്. അപ്പോൾ ഈ സാരിയിലൊക്കെ എഴുതിയിട്ടുണ്ട് 1+1 1162 രൂപയാണ് ഈ സാരിയുടെ വില. അപ്പോൾ 1+1 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സെയിം സാരി തന്നെ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരെണ്ണം എടുക്കുന്നുള്ളൂന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി പൈസ കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയാണ്. സീമാസ് നമുക്കറിയാം എപ്പോഴും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു കട. അതാണ് ഏത് സാധാരണക്കാർക്കും മേടിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു കടയാണ്. ഇപ്പോൾ നൈറ്റീസൊക്കെ 520 1+1 ആണ്. അപ്പോൾ 520ക്ക് നമുക്ക് 2 എടുക്കാം, ഇല്ലെങ്കിൽ അതിൻ്റെ പകുതി വില കൊടുത്തിട്ട് ഒരെണ്ണം മേടിക്കാം. കുർത്തകളൊക്കെ പിന്നെ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വലിയ സൈസായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്കൊക്കെ ഒരു മീഡിയം അല്ലെങ്കിൽ ലാർജ് ഒന്ന് ഓൾട്ടർ ചെയ്യാമെന്നേ പറ്റുള്ളൂ. അപ്പോൾ ഉണ്ടായിരുന്നതൊക്കെ XXL, XXL വരെയുള്ളൂ. അതായത് വണ്ണമുള്ളവർക്കൊക്കെ ഇഷ്ടം പോലെ ചോയ്സ് അവിടെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 12 മണിയായപ്പോൾ എല്ലാവരും കൂടെ ഒരു കോർണറിലോട്ട് വരാൻ പറഞ്ഞു. എല്ലാവരും അവിടെ വന്ന് നിൽക്കാണ് കേട്ടോ. അപ്പോൾ ഇവരിവിടെ എന്തോ ഓഫർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അവരവിടുന്ന് കുറച്ച് തുണികളൊക്കെ പാക്കറ്റിൽ എടുത്തിട്ട് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഇപ്പോൾ 1000 രൂപയുടേന് 100 രൂപ, 300 രൂപയുടേന് 30 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം കയ്യിൽ കിട്ടുന്നവർക്ക് എറിയുന്നത് കയ്യിൽ കിട്ടുന്നവർക്ക് എടുക്കാം. അങ്ങനെ ഞാൻ അതൊക്കെ മേടിച്ച് അപ്പം ഞാൻ അവിടെ നിന്നൊരു സാരിയൊക്കെ സെലക്ട് ചെയ്ത് കൊട്ടയിലിട്ട് വെച്ചു. അത് കഴിഞ്ഞ് ഞാനിവിടെ താഴെ വന്നു. എനിക്കെപ്പോഴും റണ്ണിങ് മെറ്റീരിയൽസ് എടുക്കുക, തയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ എനിക്ക് പ്രിയപ്പെട്ട കാര്യം. കാരണം അതാകുമ്പോൾ നമുക്ക് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ചിടാം. പിന്നെ ഒരുപാട് വർക്കൊന്നും വേണ്ട. എനിക്കിങ്ങനെ സിമ്പിളായിട്ടുള്ള ഡ്രസ്സ് ഇടണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പം ഞാനവിടെ താഴെ വന്ന് റണ്ണിങ് മെറ്റീരിയൽസൊക്കെ കുറച്ച് മുറിച്ച് മേടിച്ചു. അപ്പോൾ എല്ലാം റണ്ണിങ് മെറ്റീരിയൽസും കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതൊക്കെ മുറിച്ച് മേടിച്ചു. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞപ്പോൾ മുകളിൽ ലയറയിൽ പോയി ഒന്ന് പുരികം പ്ലക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോണ പോക്കാണ് കേട്ടോ. അവിടെ വരെ സ്റ്റെപ്പ് കയറി എത്തിയപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഞാൻ പിന്നെ ആ മോഹം ഉപേക്ഷിച്ച് തിരിച്ചു പോന്നു. അങ്ങനെ ഞാൻ വരുന്ന വഴിയിൽ ഇനി ചിക്കൻ മേടിക്കണം. അപ്പോൾ എന്തായാലും മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസമാണല്ലോ അവർക്ക് നോൺ വെജ് ഒക്കെ കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ ചിക്കൻ മേടിക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചിക്കൻ സെൻറ്ററിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ചിക്കൻ്റെ അവിടെ എത്തിയപ്പോഴും അവിടെയും നല്ല തിരക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സമയമൊക്കെ അവിടെ നിന്നിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പം മഴ ഇങ്ങനെ ചെറുതായിട്ട് പൊടിയുന്നൊരവസ്ഥ ഉണ്ടായിരുന്നുള്ളൂ. ചിക്കൻ മേടിച്ച് എൻ്റെ കയ്യിൽ കിട്ടിയതും പൊരിഞ്ഞ മഴയായിരുന്നു. അങ്ങനെ നനഞ്ഞു കുളിച്ച് ഞാൻ ദേ വീട്ടിലെത്തി ചോറുണ്ണാൻ പോവാണ്. എനിക്ക് വിശന്നിട്ടൊരു പാകമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ മുളക് ചമ്മന്തിയാണിത്. മുളകും ഉള്ളിയും പുളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. ഇത് എൻ്റെ വീട്ടിലെ പഴയ കാലം തൊട്ടേ ഉണ്ടാക്കുന്ന ചമ്മന്തിയാണ്. നല്ല രസമാണിത്. ഞാനിതൊക്കെ വീഡിയോ പിടിക്കണം രാവിലെ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ തിരക്കിലായപ്പോൾ പിന്നെ അതൊന്നും പിടിച്ചില്ല. ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നത് ഞാൻ പിന്നീട് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇത് ഉണക്കപ്പയറാണ്. ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഇപ്പോൾ കറി ഇല്ലെങ്കിലൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് നന്നായി ചോറുണ്ണാനൊക്കെ പറ്റും. ആസ്വദിച്ച് കഴിക്കാം കേട്ടോ. അപ്പം ഞാൻ ചമ്മന്തിയും കൂടെ വെച്ചിട്ടാണ് ഓവനിൽ ചൂടാക്കുന്നത്. ശരിക്കും ചമ്മന്തി വെക്കേണ്ട കാര്യമില്ലായിരുന്നു. പിന്നെ വിളമ്പി. ഇപ്പം എല്ലാം ഒരുമിച്ച് വിളമ്പി. അപ്പോൾ ഇനി ഓവനിൽ വെച്ച് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. ഞാൻ പച്ചമുളകിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് കഴിക്കാറുള്ളൂ. ചുവന്ന മുളകൊന്നും കഴിക്കാറേ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് നിസാര കാര്യം കഴിക്കുമ്പോഴും ഭയങ്കര എരിവാണ് കേട്ടോ. ഞാൻ വന്നു, ഊണൊക്കെ കഴിച്ചു. ഞാനിങ്ങനെ പോരുമ്പോൾ ബസ് കിട്ടാൻ കുറച്ച് നേരം വൈകി. പിന്നെ ഞാൻ ചിക്കൻ മേടിക്കാൻ കയറി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പൊരിഞ്ഞ മഴയായിരുന്നു. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് നനഞ്ഞ് കുളിച്ചിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പം ഇനി നമ്മൾ പോയി മേടിച്ചത് കാണിച്ചിട്ടുണ്ടേ. ആദ്യം തന്നെ ഇത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾ വിചാരിക്കും, ഓ ചേച്ചി എന്ത് സെൻസിലാണ് സാരി മേടിച്ചേക്കണേന്ന്. ഇതെന്താന്ന് വെച്ചാലേ, ഞാൻ മുമ്പ് പറയാറുള്ള പോലെ ഒരു കൂപ്പൺ എടുത്തിട്ട് പോലും ഒരു 2 രൂപയുടെ കൂപ്പൺ എടുത്താലും എത്ര രൂപയുടെ കൂപ്പൺ എടുത്താലും ഇന്ന് വരെ ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതായിട്ട് എനിക്ക് ഇല്ല കേട്ടോ. ഇതെന്താന്ന് വെച്ചാല് 12 മണിയൊക്കെ ആയപ്പോൾ അവര് പറഞ്ഞു സാരി സെക്ഷനിൽ നിൽക്കുന്ന എല്ലാവരും ഒരു കോർണറിലോട്ട് വരാൻ പറഞ്ഞു. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അവരങ്ങനെ അവിടെ എറിഞ്ഞു കൊടുക്കായിരുന്നു. 30 രൂപ, പിന്നെ 1000 രൂപയുടെ 150 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ സാരിയുടെ ഒറിജിനൽ പ്രൈസ് എത്രയാന്ന് എനിക്കറിയില്ല. എന്തായാലും എന്റെ കയ്യിൽ വന്ന് വീണ സാരിയാണ് ഇത്. 30 രൂപയാണ് കേട്ടോ ഇതിന്റെ വില. അപ്പോ എനിക്ക് അങ്ങനെ കിട്ടിയ ഒരു കാര്യമല്ല. പിന്നെ എനിക്ക് ബെഡ്ഷീറ്റ് കിട്ടി, പിന്നെന്താ ഷോള്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടി. അതൊന്നും ഞാൻ എടുത്തില്ല. ഇത് പിന്നെ കുഴപ്പമില്ല, സാരി 30 രൂപയുടെ സാരി അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് കൈ പിടിച്ചെന്ന് മാത്രം. നമുക്ക് ഫ്രീ ആയിട്ടല്ല, അവരവിടെ എറിഞ്ഞു തരുന്ന സാധനങ്ങൾക്ക് അവർ എത്ര രൂപയാണ് വില, പുതിയ ടാഗ് അവരത് മുട്ടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിന് 30 രൂപ എന്നായിരുന്നു. നമുക്ക് കിട്ടുന്ന എല്ലാത്തും ഇതുപോലെ ടാഗ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ നോക്കണം. അപ്പൊ ഇതിന് 30 രൂപ. അപ്പൊ അങ്ങനെ വാങ്ങിച്ചത്.
പിന്നെ ഇതൊരു ഹക്കോബ മെറ്റീരിയലാണ്. അത്ര കോസ്റ്റ്ലി അല്ല ഇത്. ഇതിന് 160 രൂപ മീറ്ററിന് കേട്ടോ, 162 മീറ്ററിന്. അപ്പം ഞാൻ കുർത്ത തയ്ക്കാനായിട്ട് മേടിച്ചാണ്. അപ്പം അതിൻ്റെ തന്നെ സെയിം കളർ തന്നെ ലൈനിങ്ങും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇതും അടുത്തൊരു കുർത്ത തയ്ക്കാൻ തന്നെ മേടിച്ചത് തന്നെയാണിത്. ഇതിൻ്റെയും ലൈനിങ് ഉണ്ട് കേട്ടോ. ഇതിന് മീറ്ററിന് വരുന്നത് 190 രൂപ ഇതിന് മീറ്ററിന് വരുന്നത്. ഞാൻ ഏകദേശം കളറുകളൊക്കെ ഒരു സ്കിൻ കളർ, ഇങ്ങനത്തെ കളറിനോടൊക്കെ മാച്ച് ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണ് മേടിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിനായാലും ഇതിടാൻ പറ്റും. അപ്പം ഞാൻ 2 സിഗരറ്റ് പാൻറ് മേടിച്ചു. ഈ കളറും 2 പാൻറ് മേടിച്ചു. ഇതിന് ഒട്ടുമിക്ക എന്താ പറയുക, റെഡിമെയ്ഡ് ഐറ്റംസിനൊക്കെ 1+1 എന്നുള്ള ടാഗാണ് കേട്ടോ അവിടെ ഉള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം മേടിക്കുമ്പോൾ അതുമ്പോൾ 1+1 എന്നാണെങ്കിൽ നമുക്ക് ഒരെണ്ണം ഫ്രീ കിട്ടും, അങ്ങനെയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇത് 586-ൻ്റെയാണ്. അപ്പോൾ ഇത് 1+1 ആണ്. അപ്പോൾ നമ്മൾ 1+1 ആയിട്ട് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ 586-ൻ്റെ പകുതി പൈസയാണ് ഒരെണ്ണത്തുമ്പോൾ വരിക. അപ്പോൾ ഇതിന് 586-ൻ്റെയും ഇത് 400 എത്രേൻ്റെയും ആണ്. അപ്പോൾ ഇതും 1+1 ആണ്. അപ്പോൾ ഞാൻ ഇത് ഒരെണ്ണേ എടുത്തുള്ളൂ, ഇങ്ങനെ ഒരെണ്ണം അങ്ങനെ ഒരെണ്ണം. അപ്പോൾ ഇത് രണ്ടിൻ്റെയും പകുതി പൈസയാണ് കേട്ടോ. പിന്നെ ഇത്രയും കാര്യങ്ങൾ ഞാൻ നൈറ്റ് ഡ്രസ്സുകൾ തയ്ക്കാൻ വേണ്ടി മേടിച്ച മെറ്റീരിയൽസ് ആണ് കേട്ടോ. അതായത് നൈറ്റ് ഡ്രസ്സ് ഞാൻ സാധാരണ നൈറ്റി ബിറ്റിൻ്റെ തുണി മേടിച്ചിട്ട് നമ്മൾ ലൈൻ ഉടുപ്പ് പോലെയോ അല്ലെങ്കിൽ 3/4 ഉടുപ്പ് പോലെയോ അങ്ങനെയൊക്കെയാണ് തയ്ക്കാറ്. അപ്പോൾ അവിടെ നൈറ്റി ബിറ്റിൻ്റെ തുണികൾ എനിക്ക് അത്രയും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ 396, എന്നിട്ട് അതിന് ഹാഫ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇട്ടേക്കണേ. അപ്പോൾ 420 അങ്ങനെയൊക്കെ വന്നിട്ട് ഹാഫ് പ്രൈസ്. അപ്പോൾ അതെനിക്കത് അത്ര വലിയ ലാഭകരമായിട്ട് തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ മെറ്റീരിയൽസും ഇഷ്ടമായില്ല, കളറുകളൊന്നും അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ നൈറ്റി ബിറ്റ് മേടിച്ചില്ല, ഇങ്ങനെ തുണിയായിട്ട് മുറിച്ച് മേടിച്ചു. ഇതിനിപ്പോൾ 86 രൂപ. അപ്പോൾ 2.25 മീറ്റർ വെച്ചാണ് മേടിച്ചേക്കുന്നത്. അപ്പോഴും ആ ഒരു പൈസയല്ലേ ആവണുള്ളൂ. പക്ഷെ നമുക്ക് ഇങ്ങനത്തെ തുണികൾ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് തിരഞ്ഞെടുക്കാനുണ്ട്. അപ്പം ഞാൻ ഇങ്ങനത്തെ മേടിച്ചു. പിന്നെ ഇതൊരു കളറ്. നൈറ്റി ബിറ്റിലൊന്നും ഇങ്ങനത്തെ കളേഴ്സ് ഇല്ല. നമ്മളെപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന പിങ്ക്, റെഡ് അങ്ങനത്തെ കളറുകൾ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മേടിച്ചത്. ഇതിനും 86 രൂപ മീറ്ററിന്. ഇത് എന്തിൻ്റെ ഒരു ലൈനിങ് ആണ്. ഇതൊക്കെ 86 തന്നെയാണ്. ഇതൊരു ഇത് നൈറ്റ് ഡ്രസ്സ് തയ്ക്കാനായിട്ട്. ഇത് ഞാൻ നൈറ്റ് ഡ്രസ്സ് തയ്ക്കാനാണ് മേടിച്ചിരിക്കുന്നത് 86. ചിലപ്പോൾ ഞാനിത് കുർത്തയായിട്ടും തയ്ക്കും, പറയാൻ പറ്റില്ല. എനിക്കിതിൻ്റെ കളർ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ. പിന്നെ ഇത് എന്താണ്, മുഡാ സിൽക്കോ അങ്ങനെ എന്തോ ഒരു മെറ്റീരിയലാണിത്. ഇതും കുർത്ത തയ്ക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒക്കെ ഒരേ കളറുകൾ പോലെയൊക്കെ തന്നെയാണ് ഇത്. പിന്നെ ഇതും ഒരു കുർത്ത തയ്ക്കാൻ തന്നെ മേടിച്ചത് തന്നെയാണ്. ഒരു ലൈറ്റ് ഗ്രീൻ കളറ്. ഇതിന് 146 കേട്ടോ മീറ്റർ. കുർത്ത തയ്ക്കാനതൊക്കെ 2.5 മീറ്റർ, മറ്റേതൊക്കെ 2.25 മീറ്ററാണ് വീട്ടിലിടാനുള്ളത്. അത് പിന്നെ 3/4 അല്ലേ, അതുകൊണ്ട്. ഇതിന് 176. ഇതും കുർത്ത തയ്ക്കാൻ തന്നെ മേടിച്ചത് തന്നെയാണ്. ഇതൊക്കെ ലൈനിങ് ആണ്. ഇതൊക്കെയാണ് മേടിച്ചത്. അപ്പം ഇത്രയൊക്കെ മേടിച്ച് ഞാനൊരു ബഡ്ജറ്റ് മനസ്സിൽ വിചാരിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു സാരി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്രയും റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ താഴെ വന്നിട്ടാണ് മുറിച്ച് മേടിച്ചത്. അപ്പം ഞാൻ ഒരു ബഡ്ജറ്റ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ബഡ്ജറ്റിനേക്കാളും അധികം പോയി. അപ്പോൾ പിന്നെ ഞാൻ സാരി വാങ്ങിച്ചില്ല. ഇത് പിന്നെ നമ്മൾ മുറിച്ചെടുത്ത സാധനങ്ങളല്ലേ, അപ്പോൾ പിന്നെ തിരിച്ച് മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ റണ്ണിങ് മെറ്റീരിയൽസ് എല്ലാം മേടിച്ചു. സാരി പിന്നെ എപ്പോഴെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഇതൊക്കെ നീ തയ്ക്കാൻ കൊടുക്കണം, വരുന്ന വഴിക്ക് തയ്ക്കാൻ കൊടുക്കണം വിചാരിച്ചത്. പക്ഷെ പൊരിഞ്ഞ മഴയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങിയില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ കൊടുക്കാനായിട്ട് പോകണം. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യണം, ചിക്കൻ കറി വയ്ക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇനി ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഞാനൊരു 3.25 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വറുക്കാനായിട്ട് കുറച്ച് പീസുകളൊക്കെ മാറ്റി വെച്ചു. അപ്പോൾ ഇനി ബാക്കി കറി വെക്കാനായിട്ട് ആദ്യം തിരുമ്മി വെക്കാം.
അപ്പോൾ ഞാൻ നല്ല കഴുകി വൃത്തിയാക്കിയ നമ്മളുടെ ചിക്കനിലേക്ക് ആവശ്യമുള്ള പൊടികൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെന്താ ഗരം മസാല, കുരുമുളക് പൊടി ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ തിരുമ്മി വെക്കാറുള്ളത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. മുളക് പൊടിയൊക്കെ എരിവിന് ആവശ്യത്തിനൊക്കെ വിചാരിച്ചിട്ട് വേണം ആദ്യം തന്നെ ഇടാനായിട്ട്. കാരണം നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ അതിൽ മുളക് പൊടി ഇടും, കുരുമുളക് പൊടി ഇടും, പച്ചമുളക് ഇടും. ഇതൊക്കെ ഇടണം എന്നുള്ളത് നമ്മളുടെ ഒരു എന്താ പറയുക, അതൊക്കെ ഇട്ടാലാണ് നമുക്ക് കറിക്ക് ഒരു പൂർണ്ണത കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റെപ്പിലും എരിവും ഉപ്പൊക്കെ ശ്രദ്ധിക്കണം എന്ന് മാത്രം. അപ്പോൾ ഞാൻ ഇത്രയും പൊടികളും ചേർത്ത് വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി തിരുമ്മി വെക്കാൻ കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചിക്കനൊക്കെ ഇരുന്ന് സെറ്റായിക്കോളും. ഇന്ന് ചിക്കൻ സിമ്പിളായിട്ടാണ് കേട്ടോ വെക്കുന്നത്. അപ്പം ഇനി ചിക്കൻ വറുക്കാനായിട്ട് ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വറുക്കാനായിട്ട് ഞാനൊരു വലിയ സ്പൂണിലൊരു 4 സ്പൂൺ മൈദ, പിന്നെ ഒരു 3 സ്പൂൺ കോൺഫ്ലോർ, ഇത് ചിക്കൻ ഇങ്ങനെ നല്ല ചിപ്സ് പോലെ കഴിക്കാൻ പരുവത്തിന് ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനിത് വറുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ മൈദയും കോൺഫ്ലോറും പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, തുണ്ട് കളർ പൗഡർ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള കറികളൊക്കെ അതൊക്കെ ഉണ്ടാക്കുമ്പോൾ കളറിലും അതിൻ്റെ ഒരു രൂപത്തിലും ഭംഗി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ സാധാരണ വീട്ടിൽ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്നിട്ടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, ഇത് ഞാൻ മേടിച്ചതാണ്. പിന്നെ കുറച്ച് സോയാ സോസ്, അപ്പോൾ സോയാ സോസ് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ്, പിന്നെ പച്ചമുളകും വേപ്പിലയും. ഈ പച്ചമുളക് ഇങ്ങനെ കോട്ടിങ്ങൊക്കെ പിടിച്ച് കഴിക്കുമ്പോൾ ഒരു ബജ്ജി കഴിക്കുന്ന പോലെയാണ് കേട്ടോ. എനിക്കത് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ ഇതിൽ പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഒരു മുട്ട ഒരു 1ഓ 2ഓ കൂടെ പൊട്ടിച്ചിട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഞാനത് വിട്ടുപോയ കാര്യമാണ് കേട്ടോ. പിന്നെ ഒരു വിനെഗർ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഒരു പുളിരസവും വേണമല്ലോ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, നമ്മുടെ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കുഴച്ചെടുക്കുന്നത്. കാരണം നമ്മുടെ ചിക്കനിലെ എല്ലാ ഭാഗത്തും നന്നായി ആ കോട്ടിങ് പിടിക്കണമെങ്കിൽ വല്ലാതെ ഡ്രൈ ആയിട്ടിരുന്നാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയൊരു രീതിയിൽ പേസ്റ്റ് പോലെ ആയാലാണ് നമുക്കത് ഫുള്ളായിട്ട് നല്ല രീതിയിലത് മിക്സ് ചെയ്ത് കോട്ടിങ് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് നോക്കുക, എന്തെങ്കിലും ആവശ്യമുണ്ടോ, ഉപ്പ് ആവശ്യമുണ്ടോ, പുളി ആവശ്യമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. ഉപ്പാണെങ്കിലും പുളിയാണെങ്കിലും എരിവാണെങ്കിലും ഒക്കെ ഇപ്പോൾ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പം ഞാൻ ഉപ്പിടാണ്. ഏതൊരു കറിയിൽ ഉപ്പ് കൂടിയാലും ബുദ്ധിമുട്ടാണ്, ഉപ്പില്ലെങ്കിലും ബുദ്ധിമുട്ടാണ്. ഉപ്പ് വലിയൊരു അവിഭാജ്യ ഘടകമാണ്, കൂടിയാലും കുറഞ്ഞാലും. അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ മുറിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ചിപ്സ് കഴിക്കുന്ന പോലെ പറക്കി തിന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായി കഴുകി വെള്ളം വാങ്ങുന്ന ചിക്കനായിരുന്നു. അപ്പോൾ അതിൽ നന്നായി നമ്മൾ മസാലയൊക്കെ പിടിച്ച് കോട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു 1 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതൊക്കെ കറി വെക്കാനൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പ്രഷർ കുക്കറിലാണ് കറി വെക്കുന്നത്. കാരണം സമയം ഇത്തിരി ഒക്കെ വൈകിട്ടുണ്ട്. എന്നാൽ പിന്നെ പെട്ടെന്ന് ഒരു ഈസി പീസി ചിക്കൻ കറി ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സവാള ഒരു 5-6 എണ്ണം, ഒരു ചെറിയ സവാളയായിരുന്നു. അപ്പോൾ സവാള കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം സവാള ഇട്ടിട്ടുണ്ട്. സവാള വഴണ്ടി വരാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് നമ്മൾ എല്ലാ സ്റ്റേജിലും ഇടുന്നതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ദേ നമ്മൾ അപ്പുറത്ത് വെളിച്ചെണ്ണ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ ചിക്കൻ വറുക്കാനുള്ളത് കുറച്ച് നേരമായിട്ടുണ്ട്. അപ്പോൾ ഞാനതങ്ങനെ പെറുക്കി പെറുക്കിയിട്ട് വറുക്കാണ് കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ നമ്മളിവിടെ ഉപയോഗിക്കാറില്ല. സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വെളിച്ചെണ്ണയെക്കാളും എനിക്കിഷ്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വറുത്തെടുക്കാൻ സൺഫ്ലവറാണ്. പക്ഷേ എനിക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ സവാളയൊക്കെ ഒരുവിധം വഴണ്ടി വന്നപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചേർത്തിട്ട് സവാള വീണ്ടും വഴറ്റാണ് കേട്ടോ. പച്ചമുളകിൽ 2-3 മുളക് ഇങ്ങനെ ചുമന്ന് പഴുത്ത മുളകായിരുന്നു. അതുകൊണ്ടാണ് അതിൻ്റെ കളറ് മാറിയിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ദേ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതേ കണ്ടോ, മുളക് കണ്ടോ നല്ല ബജ്ജി പോലെ ഇരിക്കുന്നത്. ആ മുളക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ചിക്കൻ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി പൊടികൾ എന്ന് പറഞ്ഞാൽ ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ജീരകപ്പൊടി, പെരിഞ്ജീരകം, ഏലക്കായപ്പൊടി, കുരുമുളക് പൊടി, അങ്ങനെ എല്ലാ പൊടികളുണ്ട്. അപ്പോൾ ഓരോന്ന് ഇടുമ്പോൾ നമ്മുടെ പൊടികൾ കരിയാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ എല്ലാ പൊടിയും കൂടെ
ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി നന്നായി വഴണ്ടി അതിൻ്റെ പച്ചമണമൊക്കെ മാറണം. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയുടെ മയം കുറവുള്ള പോലെ തോന്നി. ഞാൻ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മസാലയൊക്കെ നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ തിരുമ്മി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കൻ ഇട്ടിട്ട് നന്നായി തിരുമ്മി കയ്യിൽ വെച്ച് ഇളക്കി ആ മസാലയൊക്കെ നമുക്ക് നന്നായി ഇതിലോട്ട് കോട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 3.25 കിലോ ഉണ്ടായിരുന്നു. ഇപ്പോൾ 3 കിലോ ഉണ്ടായിരിക്കും വറുക്കാനുള്ളത് മാറ്റി. അപ്പോൾ അത്രയും ചിക്കൻ ഞാൻ 5 ലിറ്ററിൻ്റെ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും, എന്നാലും നമ്മൾ കുക്കറിൽ വെച്ച് അടയ്ക്കുന്നതായതുകൊണ്ട് ടെൻഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ ഇഞ്ചിയും പച്ചമുളകൊക്കെ അരച്ച് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്സിയുടെ ജാറിൽ ആ കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പൾസ് അടിച്ച് കഴിയുമ്പോൾ ആ ജാറിൻ്റെ ബ്ലേഡൊക്കെ ഒന്ന് ക്ലീൻ ആവും ചെയ്യും. എന്നിട്ട് ആ വെള്ളമാണ് കേട്ടോ ഞാനിതിൽ ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ ഈ നമ്മൾ സെക്കൻഡ് ബാച്ചും ചിക്കൻ അവിടെ വറുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞ് ഞങ്ങൾ ടി വി ഒക്കെ കണ്ട് ചിക്കനൊക്കെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മരുന്ന് കഞ്ഞി കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു അത്യാവശ്യ ഘട്ടത്തിന് പോകേണ്ട ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് എനിക്ക് നോൺ വെജ് കഴിക്കേണ്ടി വന്നു. നമ്മൾ പോകുമ്പോൾ ഞാനത് കഴിക്കില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ആ ഒരു എന്താ പറയുക, വെജിറ്റബിൾ മാത്രമേ കഴിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് തെറ്റിപ്പോയി. ഇനി എനിക്ക് വരും ദിവസങ്ങളിലാണെങ്കിലും നോൺ വെജ് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ചെറിയ രീതിയിൽ നോൺ വെജ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞാനതിൽ പച്ചമുളകൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. എനിക്ക് എരിഞ്ഞിട്ടും വയ്യ കേട്ടോ. നല്ല എരിവുള്ള മുളകായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ടി വി ഒക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫ് ഒരുപാട് പേര് വേദനിക്കുന്നവരുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷെ അതേസമയം നമ്മളുടെ ലൈഫിനും യാതൊരു ഉറപ്പുമില്ല. അപ്പോൾ കിട്ടുന്ന സമയം നമ്മളുടെ കുടുംബത്തോടൊപ്പം മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. ഇനിയിപ്പോൾ സങ്കടങ്ങളെ ഓർത്തുകൊണ്ടിരുന്നാൽ ഇരുന്നാൽ അത് മാത്രമേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളെക്കുറിച്ച് അതിയായി ആകുലപ്പെടാനും ഇല്ല. അപ്പോൾ കിട്ടുന്ന സമയം എന്താണോ അത് നമുക്ക് സന്തോഷമായിട്ടിരിക്കുക, നമ്മുടെ മക്കളുടെ ഒപ്പം നമുക്ക് പറ്റുന്ന പോലെയുള്ള കാര്യങ്ങളായാലും ചെയ്ത് നമ്മൾക്കാണെങ്കിലും നമ്മുടെ കുടുംബത്തിനാണെങ്കിലും ഹാപ്പിനെസ് കൊടുക്കാനും പോസിറ്റിവിറ്റി കൊടുക്കാനും മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ ഇന്ന് ഇതുപോലെ ഭക്ഷണം കഴിച്ച് വൈകുന്നേരം കിടന്നുറങ്ങിയ ആളുകളാണ് ഇന്നിപ്പോൾ ഒരുപാട് പേര് മണ്ണിനടിയിലും പലരും നഷ്ടപ്പെട്ട വേദനയും ഒക്കെ ആയിട്ട് ഇരിക്കുന്നത്. നഷ്ടപ്പെടൽ ഒരു വേദന തന്നെയാണ്. അപ്പോൾ നമുക്കറിയാത്ത ഒരു കാര്യമാണത്. ജനിച്ചിട്ടുണ്ടെങ്കിൽ മരണം ഉറപ്പാണ്, അത് ശരി തന്നെയാണ്. പക്ഷേ അപ്രതീക്ഷിതമായി വരുന്ന മരണങ്ങൾ അല്ലെങ്കിൽ അത് വലിയൊരു വേദന തന്നെയാണ്. അത് നമുക്ക് തേച്ചാലും മായ്ച്ചാലും ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സമയം അത്രയും നമ്മൾ നല്ല ഹാപ്പിനെസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്, നല്ല ഓർമ്മകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അതിലെങ്കിലും നമുക്ക് സന്തോഷിക്കാം, അല്ലെങ്കിൽ അതിലെങ്കിലും നമുക്കൊന്ന് സമാധാനിക്കാം. അപ്പോൾ കിട്ടുന്ന സമയം ആരായാലും മാക്സിമം എൻജോയ് ചെയ്ത് പറ്റുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനും മക്കളുടെ കൂടെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ വൈകിട്ട് ഞാൻ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ വയറൊക്കെ നിറഞ്ഞു. അവർ പറഞ്ഞു, "ഓ, ഇനി ചോറൊന്നും വേണ്ട അമ്മ, ഇനി ഇത് മതി, ഇനിയിപ്പോൾ കിടക്കാമെന്നാണ് വിചാരിച്ചത്." അപ്പോൾ എല്ലാവർക്കും തണുത്തതൊന്ന് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ നമുക്ക് തണുത്തത് കഴിക്കാനായിട്ട് ഒരു നിവൃത്തിയില്ല. ദുബായിലൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മളുടെ ജ്യൂസ് ആണെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും ഫ്രിഡ്ജിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. ഇവിടെ അങ്ങനെ ജ്യൂസും ഐസ്ക്രീമും ഒന്നും എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ. എന്തെങ്കിലും വിശേഷങ്ങൾക്ക് മേടിച്ചാൽ അത് തീരുന്നത് വരെ ഉണ്ടാവും എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഫ്രിഡ്ജിൽ തണുത്ത വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു മാംഗോൻ്റെ ടാങ്ക് എടുത്ത് കറക്കി അത് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആർക്കും അതൊന്നും വേണ്ട. ചിക്കനൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് വയറ് നിറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല. ചിക്കൻ അവിടെ നമ്മുടെ കുക്കറിൽ വെച്ചത് ഞാനൊരു വിസിൽ വന്നിട്ട് ഓഫ് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഇനി അതൊന്ന് തുറന്ന് നോക്കണം. അതെന്തായി എന്നൊന്ന് നോക്കിയതിന് ശേഷം ബാക്കി പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. വേറെ പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ ബ്രഷ് ചെയ്യുക, കിടക്കുക എന്നുള്ളതാണ് കേട്ടോ. മീഡിയം തീയിലിട്ടിട്ട് ഒരു വിസിൽ വരാനായിട്ട് കുറച്ച് സമയം എടുത്തു. അപ്പോൾ അത് വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ദേ തുറന്ന് നോക്കിയപ്പോൾ നല്ല നെയ്യൊക്കെ ഉണ്ടായിരുന്നു ചിക്കനിൽ, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണയും ചിക്കനിലത്തെ നെയ്യും എല്ലാം ഇങ്ങനെ തിളഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. വേവ് കൂടിയെങ്കിലുള്ളൂ, കുറഞ്ഞിട്ടില്ല. ഈ കുക്കറിൽ ചിക്കൻ വെക്കുമ്പോൾ കാര്യം പെട്ടെന്നാവും. പക്ഷെ അതിൻ്റെ ആ ഒരു വേവ് കറക്റ്റായി നിന്നില്ലെങ്കിൽ പിന്നെ അതിങ്ങനെ എല്ലായാലും മാംസമായാലും പൊടിഞ്ഞു പോവും. അതൊരു എന്താ പറയുക, അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിക്കനിൽ എല്ലൊക്കെ പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ, ഇപ്പോൾ ചപ്പാത്തി ആണെങ്കിലും എന്തെങ്കിലും കഴിക്കുമ്പോൾ നമുക്ക് ആ എല്ലിങ്ങനെ തടയാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വേവ് എപ്പോഴും ശ്രദ്ധിക്കണം. ഒരു വിസിൽ വന്ന് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ചിക്കനിൽ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് മൂടി വെക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ തന്നെ വെച്ച കറി ആയതുകൊണ്ട് നല്ല ചൂടൊക്കെ ഉണ്ട്, ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ തന്നെ മൂടി വെക്കും. ഇനി നാളെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കാം. അതാണ് പ്ലാനിങ്. അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയുടെ പാത്രമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗുഡ് നൈറ്റാണ്, കിടന്നുറങ്ങാം. രാവിലെ എഴുന്നേറ്റ് ഇത് എത്ര വേഗം അറിയാമോ, രാവിലെ ആയല്ലേ. നേരം വെളുത്ത് എഴുന്നേറ്റ് ഇത് ചിക്കൻ്റെ പാത്രമൊക്കെ തുറന്ന് നോക്കി. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് കറി എടുത്ത് മാറ്റി ഒരു പാനിലിട്ട് ചൂടാക്കാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ ചുമയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ചുക്ക് കാപ്പിയാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളവും പഞ്ചസാരയൊക്കെ ഇട്ട് അതൊന്ന് തിള വന്ന് തുടങ്ങിയപ്പോൾ അതിൽ ചുക്കുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ചുക്കുപൊടി നന്നായി തിളച്ച് അതിൻ്റെ ആ ഫ്ലേവറൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ കാപ്പിപ്പൊടി ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിക്കാനുള്ള ചിക്കൻ കറിയും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള നമ്മുടെ കുക്കറിലുണ്ടായിരുന്നതും ചൂടാക്കി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ തലേദിവസം ചിക്കൻ കറി വെച്ചപ്പോൾ ടൊമാറ്റോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ ചൂടാക്കാൻ എടുത്തപ്പോൾ അതിൽ കുറച്ച് ടൊമാറ്റോൻ്റെ പേസ്റ്റ് നമ്മളുടെ സോസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡ് കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷൻ അല്ലേ ചിക്കൻ കറി. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴായാലും ചിക്കൻ്റെ കറി വയ്ക്കുമ്പോൾ അതിൻ്റെ ചാറിന് കുറച്ചൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എപ്പോഴും ഈ ടൊമാറ്റോ സോസ് ചേർക്കുന്നത്. നമ്മുടെ ചുക്കുപൊടിയൊക്കെ ഇട്ട് കാപ്പി നന്നായി വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തു. ആ പഞ്ചസാരയും എല്ലാം കൂടി നന്നായി മെൽറ്റ് ആവാനായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡും ചിക്കൻ കറിയും, തലേ ദിവസത്തെ ചിക്കൻ വറുത്ത് ഇത്രയേ ഉള്ളൂ കേട്ടോ ബാക്കി, പിന്നെ ചുക്ക് കാപ്പി. അപ്പോൾ മോൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്, അവൻ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കഴിക്കാനിരുന്നപ്പോഴേക്കും സമയം ഒരു 9:30 ആയിട്ടുണ്ട്. മോൾക്ക് ഓൺലൈൻ ക്ലാസ് 8:30 തുടങ്ങിയതാണ്. അപ്പോൾ അവൾ അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ വന്ന് കഴിക്കും. കാരണം ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും മ്യൂട്ടാക്കി ആൾ ഫുഡൊക്കെ കഴിക്കലും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചെയ്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും കടയിൽ പോലൊക്കെ കഴിഞ്ഞതാണല്ലോ, ഇനി എന്തായിരുന്നു എഴുതണേന്ന്. ഇത് എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ മേടിച്ച ഡ്രസ്സിൻ്റെ മോഡലുകൾ ഇനി എങ്ങനെ തയ്ക്കണം, എങ്ങനെ നെക്ക് തയ്ക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ എഴുതി വെക്കാൻ കേട്ടോ. എനിക്ക് ഏതൊരു കാര്യമാണെങ്കിലും എഴുതി വെച്ചാലാണ് എനിക്കതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ദൂരെ യാത്രകളൊക്കെ പോകുന്നുണ്ടെങ്കിൽ അതിനെ മുന്നേ തന്നെ ഞാനൊരു പേപ്പർ എടുത്ത് അതിൽ എഴുതി വെക്കും. എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകണം, എന്തൊക്കെയാണ് ഒരുക്കി വെക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണം. അത് പോകുന്ന നേരത്ത്, ഇറങ്ങുന്ന നേരത്താണെങ്കിലും ഞാൻ നോക്കും. ഇപ്പോൾ ഈവൻ ഒരു ദുബായ് പോവുകയാണെങ്കിലും പാസ്പോർട്ട് എടുത്ത് വെക്കണം. അതുവരെയുള്ള കാര്യങ്ങളും ഞാൻ എഴുതി വെച്ചിട്ടുണ്ടാവും. അത് നോക്കി കഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ എനിക്കൊരു സംതൃപ്തിയാണ്. കാരണം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ധൃതിയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എഴുതി വെക്കുന്നത്. അപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ മോഡലാണെങ്കിലും ഞാൻ എഴുതി വെക്കാൻ കേട്ടോ. മുന്നൊക്കെ ഞാൻ വളരെ ഭംഗിയായൊക്കെ വരച്ച് ഇങ്ങനെ തയ്ക്കണം അങ്ങനെ തയ്ക്കണം എന്നൊക്കെ പറയാറുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പിന്നീട് കുറേ കാലങ്ങളായിട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കാരണം സിമ്പിളായിട്ടൊരു കുർത്ത തയ്ക്കുക, അതിടുക, അതിനാണൊരു ബ്യൂട്ടി എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. ഓരോ കാലഘട്ടത്തിൽ നമുക്ക് ഓരോ ചിന്താഗതികളും ഓരോ കാര്യങ്ങളല്ലേ, എത്ര മോഡലുകളല്ലേ മാറി മാറി വരുന്നതുമൊക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നു പണ്ടത്തെ അത്ര എന്താ പറയുക, സീക്വൻസ് ആണെങ്കിലും വർക്കുകളാണെങ്കിലും ആളുകൾക്ക് കൂടുതൽ സിമ്പിളാണ് ഇപ്പം ഇഷ്ടം. അപ്പം ഞാനിപ്പോൾ ഇതിൽ എഴുതി വെക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്കിൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനത്തെ സ്ലീവ് വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രാവിലെ മഴ തുടങ്ങിയിട്ടില്ല. അപ്പോൾ വേഗം പോയി സ്റ്റിച്ചിങ്ങിന് കൊടുക്കണം. ഞാനൊരു 1-2 ചുരിദാർ മാത്രമാണ് സ്റ്റിച്ചിങ് സെൻറ്ററിൽ പോയി കൊടുക്കുന്നുള്ളൂ. പിന്നെ നൈറ്റ് ഡ്രസ്സുകളൊക്കെ എനിക്ക് മമ്മിയാണ് സാധാരണ തയ്ച്ച് തരാറ്. അപ്പോൾ അത് വെട്ടുമ്പോഴായാലും ഞാൻ അടുത്തിരിക്കും. എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല, നമ്മളിപ്പോൾ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ക്ലാസ്സൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ എനിക്കുള്ള ചുരിദാർ വെട്ടുമ്പോഴായാലും ഞാൻ അടുത്തിരിക്കും. ഞാൻ മമ്മിയോട് പറയും ഇത് ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. തുണി വാഷിംഗ് മെഷീനിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ടു. ഇപ്പോൾ എന്താ പറയുക, ഈ മഴയും എന്താ പറയുക, നല്ല മഴയും വെയിലില്ല. അപ്പോൾ അതുകൊണ്ട് തുണികൾ അലക്കുക ഉണക്കുക എന്ന് പറയുന്ന പരിപാടികളാണ് ഇപ്പോൾ പെൻഡിങ്ങിൽ നിൽക്കുന്നത്. എപ്പോഴാണോ വെട്ടം കാണുന്നത്, പിന്നെ നമുക്ക് ഇപ്പോൾ മുറ്റത്തൊക്കെ ആണെങ്കിൽ നമുക്ക് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ ഇടാം. നമുക്കിപ്പോൾ ഈ ബാൽക്കണിയിൽ ഇടാം. കിച്ചൻ്റെ ബാൽക്കണിയിലാണെങ്കിൽ തുണികളിട്ടാൽ നന്നായിട്ട് വെള്ളം വീഴും. അപ്പോൾ ദേ തുണികൾ ഇട്ട് തുടങ്ങിയപ്പോഴേക്കും മഴ തുടങ്ങി.
മനുഷ്യന്റെ ബുദ്ധിക്കും ശക്തിക്കും അതീതമാണ് പ്രകൃതിയുടെ ശക്തി എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന ഇപ്പോൾ വയനാട് പ്രശ്നമാണെങ്കിലും, അർജുൻ്റെ പ്രശ്നമാണെങ്കിലും, ഇപ്പോൾ ഒരു സുനാമി വന്നപ്പോഴായാലും, നമ്മുടെ പ്രളയം വന്നപ്പോഴായാലും നമുക്കൊരു പരിമിതികളുണ്ട്. പക്ഷേ പ്രകൃതിക്ക് ഒരു പരിമിതിയുമില്ല, ഒരു പരിധിയുമില്ല. അതുകൊണ്ടുണ്ടാവുന്ന വിനാശങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തോട്ടാണ്. അപ്പൊ ഈ എന്താ പറയാ മലയും കുന്നും ഒക്കെ കാണാൻ ഭംഗിയുണ്ട്. പ്രകൃതിയൊക്കെ നമുക്ക് കാണാനും ആസ്വദിക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണ്. പക്ഷെ അതിലേക്ക് അടുക്കും തോറും അപകടങ്ങളും കൂടുതലാണ് ട്ടോ. അപ്പൊ ചിലര് വിചാരിക്കും, "ഓ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊന്നും പുഴയില്ല, മലയില്ല. അതുകൊണ്ട് ഞങ്ങൾ സേഫ് ആണെന്ന്." അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. കാരണം നമ്മള് ജീവിക്കുന്നത് ഭൂമിയിലാണെങ്കിൽ ഈ ഭൂമി ഒന്ന് പിളരാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. അപ്പൊ നമുക്ക് കിട്ടുന്ന ഓരോ ദിവസവും ഓക്കെ ഇന്ന് കഴിഞ്ഞു, നമ്മൾ ഭാഗ്യം ചെയ്തവരാണ് എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. എന്തും സംഭവിക്കാം. അപ്പൊ കിട്ടുന്ന ദിവസങ്ങളും മണിക്കൂറുകളും സന്തോഷായിട്ടിരിക്കുക എന്ന് മാത്രമേ ചെയ്യാനുള്ളൂ ട്ടോ. അപകട സാധ്യതകൾ കൂടുതലുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ മാക്സിമം പോവാതിരിക്കുക എന്ന് മാത്രമാണ്. നമ്മളാണെങ്കിലും എന്താ പറയാ നമ്മളുടേതായാലും നമ്മുടെ കുടുംബത്തിൻ്റെ ആയാലും സേഫ്റ്റി വശങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ പുഴകളും മലകളും ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലോട്ടുള്ള യാത്രകളൊക്കെ ഒഴിവാക്കുക. അടുത്തൊരു വീഡിയോയിൽ പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക ട്ടോ.